നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുരുഷോത്തമ മാസത്തിൽ വരുന്ന പത്മിനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പുരുഷോത്തമ മാസത്തിൽ അഥവാ അധിക മാസത്തിൽ മാത്രം വരുന്ന ഈ വ്രതം 3 വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന അതീവ പുണ്യകരമായ ദിവസമാണ് പത്മിനി ഏകാദശി. ഇത്തവണ 2026 മെയ് 26, 27 തീയതികളിലായി വരുന്നുണ്ടെങ്കിലും ഇതിൽ വൈഷ്ണവ ഏകാദശിയായ മെയ് 27 തീയതി ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ ഉചിതം. പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിക്കൊണ്ട് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യം വന്നു ചേരുന്നതിന് വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുൻപ് ആദ്യം പത്മിനി ഏകാദശിയുടെ വ്രതകഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. പുരാണങ്ങൾ പ്രകാരം റാണി പത്മിനിയുടെയും സഹസ്രബാഹുവിൻ്റെയും കഥയാണിത്. ത്രേതായുഗത്തിൽ മഹിഷ്മതി നഗരം ഭരിച്ചിരുന്ന അതീവ പ്രതാപിയായ രാജാവായിരുന്നു കൃതവീര്യൻ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു ഗുണവതിയായ പത്മിനി രാജ്ഞി. എല്ലാ സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഒരു പിൻഗാമി, ഒരു സന്താനം ഇല്ലാത്തത് അവരെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. മക്കൾ ഉണ്ടാകാനായി രാജാവ് നിരവധി യജ്ഞങ്ങളും ദാനധർമ്മങ്ങളും നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ നിരാശനായ രാജാവ് രാജ്യം മന്ത്രിമാരെ ഏൽപ്പിച്ച് വനത്തിൽ പോയി കഠിന തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തോടൊപ്പം പത്മിനി രാജ്ഞിയും വനത്തിലെത്തി. രാജാവ് ആയിരക്കണക്കിന് വർഷങ്ങൾ വായു മാത്രം ഭക്ഷിച്ച് ഒറ്റക്കാലിൽ നിന്ന് കഠിന തപസ് ചെയ്തു. രാജാവിൻ്റെ ശരീരം അസ്ഥികൂടമായി മാറിയെങ്കിലും ഈശ്വര ദർശനം ലഭിച്ചില്ല. ദുഃഖിതയായ രാജ്ഞി സഹായത്തിനായി മാതാ അനസൂയയുടെ അരികിലെത്തി. 3 വർഷത്തിലൊരിക്കൽ വരുന്ന പുരുഷോത്തമ മാസത്തിലെ പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ അനസൂയ ദേവി രാജ്ഞിയെ ഉപദേശിച്ചു. അസാധ്യമായ കാര്യങ്ങളെപ്പോലും സാധ്യമാക്കുവാൻ ഈ വ്രതത്തിന് ശക്തിയുണ്ടെന്ന് ദേവി പറഞ്ഞു. അനസൂയ ദേവി പറഞ്ഞതനുസരിച്ച് പത്മിനി രാജ്ഞി അതീവ കഠിനമായ ചിട്ടകളോടുകൂടി പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. രാജ്ഞിയുടെ ഭക്തിയിൽ പ്രീതനായ വിഷ്ണു ഭഗവാൻ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെടുകയും വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദേവന്മാർക്കോ മനുഷ്യർക്കോ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത അതീവ പരാക്രമിയായ ഒരു മകനെ തനിക്ക് നൽകണമെന്ന് രാജ്ഞി അപേക്ഷിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ രാജ്ഞിക്ക് ജനിച്ച പുത്രനാണ് കാർത്തവീര്യാർജുനൻ. ഇദ്ദേഹമാണ് പിന്നീട് സഹസ്രബാഹു എന്ന പേരിൽ വിഖ്യാതനായത്. 10,000 ആനകളുടെ കരുത്തുണ്ടായിരുന്ന ഇദ്ദേഹം അജയ്യനായിരുന്നുവെന്നും ലങ്കാധിപതിയായ രാവണനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് തടവിലാക്കിയിട്ടുണ്ടെന്നും പുരാണങ്ങൾ വ്യക്തമാക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ധനം കൊണ്ടോ സാധിക്കാത്ത കാര്യങ്ങൾ പോലും പത്മിനി ഏകാദശി വ്രതത്തിലൂടെ സാധ്യമാകുമെന്നതിന് തെളിവായിട്ടാണ് ഈ കഥ പറയപ്പെടുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് ഈ പുരുഷോത്തമ മാസം. അതുകൊണ്ട് തന്നെ 3 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന പുരുഷോത്തമ മാസത്തിലെ ഈ പത്മിനി ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അസാധ്യമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ഒരു വ്യക്തിയുടെ ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ പോലും നശിക്കുമെന്നും ഒടുവിൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നുമാണ് വിശ്വാസം. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ്, അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഏകദേശം പുലർച്ചെ ഒരു 4 മണിക്ക് ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. വിളക്ക് കൊളുത്തിയതിനു ശേഷം വലത് കൈയിൽ കുറച്ച് വെള്ളവും മഞ്ഞപ്പൂക്കളും എടുത്ത് വ്രതം തടസ്സമില്ലാതെ പൂർത്തിയാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകണമെന്ന് ഭഗവാന് മുൻപിൽ സങ്കല്പം എടുക്കുക. ഇതിനോടൊപ്പം ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലാവുന്നതാണ്.
ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, കൂടാതെ ഹരേ രാമ മന്ത്രവും ചൊല്ലുക. ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണ ഉപവാസമായോ അതിന് സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടോ വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി ദിവസം അരിയാഹാരം കഴിക്കുന്നത് മഹാപാപമായി കണക്കാക്കപ്പെടുന്നു. ഇത് കഴിക്കുന്നത് പാപകർമ്മങ്ങൾ ഭക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. മാത്രമല്ല, വ്രതം അനുഷ്ഠിക്കുന്നവർ മറ്റുള്ളവരെ നിന്ദിക്കാനോ ദേഷ്യപ്പെടാനോ അത്യാഗ്രഹം കാണിക്കുവാനോ പാടില്ല. അതുപോലെ തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ തലയിൽ എണ്ണ തേക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തി മൂലമന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം, വിഷ്ണു ഗായത്രി, വിഷ്ണു അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നത് നല്ലതാണ്. കൂടാതെ വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയ അർച്ചന നടത്തുന്നതും വിശേഷമാണ്. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് 3 പ്രദക്ഷിണം വെക്കുന്നതും വളരെ നല്ലതാണ്. പ്രസീത തുളസീ ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോദ മദനോത്ഫുതേ, തുളസീത്വം നമാമ്യഹം. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടു വേണം തുളസിക്ക് പ്രദക്ഷിണം വെക്കുവാൻ. പിറ്റേന്ന് ദ്വാദശി നാൾ ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. 2026 മെയ് 26 തീയതി ചൊവ്വാഴ്ച രാത്രി 12:05 മുതൽ മെയ് 27 പകൽ 12:04 വരെയാണ് പത്മിനി ഏകാദശിയുടെ ഹരിവാസര സമയം. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടി ചേരുന്ന 12 മണിക്കൂർ സമയത്തെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി വ്രതകാലത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ വിഷ്ണു ഗായത്രിയും ചൊല്ലാവുന്നതാണ്. ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാരണ വീടേണ്ട സമയം. പാരണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. പത്മിനി ഏകാദശിയുടെ പാരണാസമയം മെയ് 28 തീയതി വ്യാഴാഴ്ച അതിരാവിലെ 5:25 മുതൽ 7:56 നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടുക. അല്ലാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അരിയും തുളസിയിലയും മലരുമിട്ട് ആ തീർത്ഥം സേവിച്ചും പാരണ വീടാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബ്രാഹ്മണനോ പശുവിനോ അല്ലെങ്കിൽ ദരിദ്രർക്കോ ഭക്ഷണമോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ദക്ഷിണയോ ദാനമായി നൽകാവുന്നതാണ്. ഈ വ്രതം വെറും പട്ടിണി കിടക്കലല്ല, മറിച്ച് ആത്മാവിനെ ശുദ്ധീകരിച്ച് ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ ടിവിയോ മൊബൈലോ കണ്ട് സമയം പാഴാക്കാതെ പൂർണ്ണമായും ഭക്തിയിൽ മുഴുകേണ്ടതാണ്. മെയ് 26 27 തീയതിയും ഏകാദശി തിഥി വരുന്നുണ്ട്. അതുകൊണ്ട് മെയ് 26 തീയതിയാണ് നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ മെയ് 26 തീയതി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ പാരണാസമയം മെയ് 27 തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:31 3 മണിക്കും ഇടയിലുള്ള സമയത്ത് പാരണ വീടാവുന്നതാണ്. ഇനി മെയ് 27 തീയതിയിലെ വൈഷ്ണവ ഏകാദശിയാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ മെയ് 28 തീയതിയിലെ പാരണാ സമയത്തിലാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മാത്രമല്ല, സന്താന ഭാഗ്യത്തിനും മക്കളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.